നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പിന്നെ അവിടെ നിധി കിടക്കയല്ലേ? എന്താ സംശയം? ഉറപ്പായിട്ടും കാണും. ഇതുപോലെ പഴയ വീടുകളിലൊക്കെ ഭൂമിക്കടിയില് ചിലപ്പോ നിലവറകളും നിധി കുംഭങ്ങളും ഒക്കെ കാണും. ആ, അതുകൊണ്ടായിരിക്കും പണ്ടുള്ളവര് അവിടെ പ്രേതം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ പേടിപ്പിച്ചിരുന്നത്. സംസാരിച്ചിരിക്കാൻ സമയമില്ല. നീ ആ താക്കോൽ എവിടെ നിന്ന് കണ്ടുപിടിക്കും. അല്ല പവിയേട്ടാ, അവിടെ നിധി ഉണ്ടെങ്കിലേ അത് നമുക്ക് പോയി എടുത്തൂടെ? നീ അത് വിട്. താക്കോൽ ശ്രേയുടെ കയ്യിലാണെന്ന് ഉറപ്പാണോ? ആ, ജോലിക്കാരിയുടെ കയ്യിൽ നിന്ന് അവസാനം താക്കോല് വാങ്ങിച്ചത് അവളാണെന്നാ തോന്നുന്നത്. ആ, അവളിപ്പോ ഉറങ്ങുക. ഉണരുമ്പോ ഞാൻ ചോദിക്കാം. എന്നാ പിന്നെ അവളുടെ അടുത്ത് ഒരു കാര്യം കൂടി പറഞ്ഞേക്ക്. ഇനി മേലിൽ അവൾ ആ തറവാട്ട് വീട്ടിൽ പോകരുതെന്ന്. അവിടെ നിധിയുള്ളതുപോലെ മറ്റു പലതും ഉണ്ട്. മുമ്പേ നീ പറഞ്ഞില്ലേ പ്രേതങ്ങളെന്ന്? അത് വെറുതെ പറഞ്ഞതല്ല. പണ്ട് മുത്തച്ഛൻ്റെ കാലത്തെ അവിടെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടത്രേ. അന്ന് ആ പ്രേതങ്ങളൊക്കെ ആവാഹിച്ച് തളച്ചതാണ്. ആ ആത്മാക്കളൊക്കെ ഇപ്പോഴും അവിടെയൊക്കെ തന്നെ കാണും. അതുകൊണ്ട് അവളോട് ഇനി അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞേക്ക്. അല്ല, നീയും അങ്ങോട്ട് പോകണ്ട. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞവളെ പേടിപ്പിക്കേ. അത് ഞാൻ ചെയ്തോളാം. പക്ഷെ എനിക്ക് പ്രേതത്തിനൊന്നും പേടിയില്ല. പക്ഷെ പ്രേതങ്ങൾ നിന്നെ കണ്ടാ പേടിക്കുമല്ലോ. നീ പോയിട്ടെ അവൾ ഉണരുമ്പോ ആ താക്കോലിങ് വാങ്ങിച്ചു വെച്ചേക്ക്. നിങ്ങളെ പോലുള്ള പ്രേതങ്ങളൊക്കെ എന്നെ കണ്ട 100 വട്ടം പേടിക്കണം. നിങ്ങളുടെ കയ്യിലിരിപ്പ് അതാണല്ലോ. എന്നെ പേടിപ്പിക്കാൻ വന്നിരിക്കുന്നു. എടുത്ത് വരുന്നില്ലേ? അതോ ഞാൻ ഒറ്റയ്ക്ക് പോയാൽ മതിയോ? ചെയ്യേണ്ട വഴിപാടുകളുടെ എല്ലാ ലിസ്റ്റും ഇതിനകത്തുണ്ട്. ഇത് പൂജാരിയെ ഏൽപ്പിച്ചാൽ മതി. അദ്ദേഹം വേണ്ടതുപോലെ ചെയ്തോളും. ഇത് വഴിപാടുകളുടെ ഒരു ഘോഷയാത്ര തന്നെ ഉണ്ടല്ലോ ഏട്ടത്തി. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചെറിയ ചില പ്രശ്നങ്ങൾ ഈ തറവാട്ടിലുണ്ട്. ഞാൻ ജോൽസിനെ കണ്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ചില പരിഹാര ക്രിയകളും പറഞ്ഞിട്ടുണ്ട്. ആ പൂജകളും ഇതിനകത്തുണ്ട്. ജോൽസിന് എന്താ പറഞ്ഞത്? യതി, പുഴ കടക്കാൻ തോണി വേണം, കടല് കടക്കാൻ കപ്പല് വേണം, ആകാശത്തിന്റെ അതിരുകൾ കടക്കാൻ വിമാനത്തിൽ പോകാം. പക്ഷേ ഈ ജീവിതം ഒന്ന് കടന്നു കിട്ടാൻ ദൈവങ്ങളെ കൂട്ടുപിടിച്ചേ പറ്റൂ. അതും ഈ കരികാലത്ത്. ഏട്ടത്തി പറഞ്ഞത് എനിക്ക് മനസ്സിലായി. എന്നാ പിന്നെ ഏട്ടത്തി കൂടി വന്നൂടെ? എല്ലാ പൂജകളും ഏട്ടത്തിക്ക് തന്നെ നടത്താമല്ലോ. എനിക്കിപ്പോ എങ്ങോട്ടും യാത്ര പോകാനുള്ള ഒരു മാനസിക അവസ്ഥയല്ല. നീ പോയി ഇതൊക്കെ ചെയ്തിട്ട് വന്നാ മതി. ഇത് ഒരു ക്ഷേത്രത്തിലല്ലോ, പല ക്ഷേത്രങ്ങളുണ്ടല്ലോ. അല്ല, ഇതെല്ലാം കൂടി ഒരിടത്ത് നടത്തിയാ പോരെ? ദൈവങ്ങളെല്ലാം ഒന്നല്ലേ? നമ്മളെല്ലാവരും മനുഷ്യരാണ്. പക്ഷെ എല്ലാവരും ഒരുപോലെയാണോ ഇരിക്കുന്നത്? നീളത്തിലായാലും വണ്ണത്തിലായാലും രൂപത്തിലായാലും എല്ലാരും വ്യത്യസ്തരല്ലേ? ദൈവങ്ങളുടെ കാര്യത്തിലും അതുപോലെ തന്നെയാ. ദൈവം ഒന്നേയുള്ളൂ. പക്ഷേ അതിന്റെ പല ഭാവങ്ങളാ പലയിടത്തായി കാണുന്നത്. ആ ഭാവങ്ങളെയാണ് നമ്മൾ പലതായി ആരാധിക്കുന്നത്. അപ്പോ ഒരുപാട് സ്ഥലത്ത് വഴിപാടുകൾ നടത്തേണ്ടി വരും. നീ പോയി ഇതെല്ലാം ചെയ്തിട്ട് വാ. ശരി എടുത്തേ. ഒരമ്മ എന്ന നിലയിൽ എന്റെ മകനൊരു കുഞ്ഞു വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ദർശനെ അംഗീകരിച്ചേ പറ്റൂ. ഒറ്റയ്ക്ക് പൊരുതി കയറി വന്നവളാണ്. അവളെ വീണ്ടും അടുക്കളയിൽ തളച്ചിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവളുടെ തീരുമാനത്തിനൊപ്പം
ഞാൻ ഉറച്ചു തന്നെ നിൽക്കും. അതിനുവേണ്ടി ഞാൻ ഏത് ദൈവങ്ങളെയും കൂട്ടുപിടിക്കും. എത്ര പൂജയും വഴിപാടും നടത്തും. ഇനി എന്റെ ജീവൻ കൊടുക്കേണ്ടി വന്നാൽ അത് ഞാൻ നൽകും. നാളെ ഞാനില്ലെങ്കിലും അവളെ തറവാടിനെ നോക്കിക്കൊള്ളും. അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ദേ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എനിക്കൊരു പ്രശ്നം ഉണ്ടാവരുത്. നീ എന്നേക്കുമായിട്ട് ഈ വീട് വിട്ട് പോവല്ലേ? പിന്നെ എന്തുണ്ടായ നിനക്കെന്താ? അത് പറ്റില്ല. നിങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വന്നേ പറ്റൂ. പിന്നെ നിങ്ങൾ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അതിനൊക്കെ മറുപടി പറയേണ്ടത് ഞാനായിരിക്കും. ഇവിടെയുള്ളവരെ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. മര്യാദയ്ക്ക് നിന്നാ നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ നിൽക്കാം. ഞാൻ ഇവിടെ ജോലിക്കാരിയായിട്ട് വാഴാൻ വന്നതല്ല. നിങ്ങൾക്ക് എന്താണ് ഇവിടെ നിന്ന് എടുക്കാനുണ്ടെന്ന് വെച്ചാൽ അതെടുത്തോണ്ട് സ്ഥലം വിട്ടോളണം. അല്ലാതെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല. എനിക്കെടുക്കേണ്ടത് ഇവിടെ ഉള്ളവരുടെ ജീവനാ. ദേ, ഇവിടെ ഉള്ളവരൊക്കെ നല്ലവരാ. നിങ്ങളെ ഇവിടെ ആക്കിയതിന്റെ പേരിൽ നാളെ എന്നോട് അവർക്ക് വിരോധമൊന്നും തോന്നരുത്. അവിടെ ചെല്ലുമ്പോൾ അവർ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും. എല്ലാത്തിനും ഉത്തരം ഞാൻ പറഞ്ഞോളാം. എല്ലാം നീ തന്നെ പറഞ്ഞാൽ മതി. വാ. രാജി, അപ്പോ ഇതാണ് സുമംഗല. വാ. നീ എന്താ ലേറ്റ് ആയത്? ആരാ ഇത്? മാഡം, ഇതാ ഞാൻ പറഞ്ഞ ജോലിക്കാരി. നീ ഉടനെ തന്നെ തിരിച്ചു വരില്ലേ? വരും മാഡം. 2 ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ തിരിച്ചു വരും. ഇവളൊരിക്കലും തിരിച്ചു വരില്ലെന്ന് ഇവർക്കറിയില്ലല്ലോ. ആരാമ്മ ഇത്? കുറച്ച് ദിവസത്തേക്ക് രാജി ലീവ് എടുക്ക. രാജിയുടെ അമ്മയ്ക്ക് നല്ല സുഖമില്ലാന്ന്. രാജിക്ക് പകരം വന്ന ജോലിക്കാരിയാ. ദർശന, ശങ്കർ പറഞ്ഞ ശരിയാ. ഇവളുടെ നോട്ടം തന്നെ ഒരു പോലീസുകാരിയുടേതാ. എന്താ നിന്റെ പേര്? വിനീത് എന്നാണ് മാഡം. നിനക്ക് എല്ലാ ജോലികളും ഒക്കെ അറിയോ? നേരത്തെ എവിടെയാ ജോലി ചെയ്തിരുന്നത്? എല്ലാം അറിയാം. ഒരു ഡോക്ടറുടെ വീട്ടിലാ. മാഡം പറയുന്ന ജോലികളൊക്കെ ചെയ്തോളാം. പുറംപണികളൊക്കെ ചെയ്യണം. പിന്നെ അടുക്കളയിൽ പാചകത്തിന് ഗീതമാമ പറയുന്നത് അനുസരിച്ച് സഹായിക്കണം. ഇത്രയും കാലം രാജി ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. നിന്റെ ഭാഗത്തു നിന്നും മോശമായ ഒരു പ്രവൃത്തി പോലും ഉണ്ടാകരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാ അപ്പ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടും. ഞങ്ങൾ പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അയ്യോ, അങ്ങനെയൊന്നുമല്ല മാഡം. നിങ്ങൾ പറയുന്നത് പോലെ എല്ലാ ജോലിയും ഞാൻ വൃത്തിയായിട്ട് ചെയ്തോളാം. ചെയ്താ നിനക്ക് നല്ലത്. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വിവാഹം കഴിഞ്ഞതാണോ? അതൊക്കെ വിട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അടുക്കും ചിട്ടയോടും കൂടി നോക്കണം. രാജിയെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അല്ലേ? നീ നന്നായിട്ട് ജോലി ചെയ്താ നിനക്കിവിടെ തുടർന്നും ജോലി ചെയ്യാം. അല്ലെങ്കിൽ ഇവിടുന്ന് പറഞ്ഞു വിടും. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇവിടുന്ന് പരലോകത്തേക്ക് പറഞ്ഞു വിടും. രാജി, ഇവളെ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോ. എന്നിട്ട് ഇവിടുത്തെ ജോലികൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്ക. ശരി മാഡം. വാ. അമ്മയ്ക്ക് പുതിയ
ജോലിക്കാരിയെ കണ്ടപ്പോ എന്ത് തോന്നി? എന്ത് തോന്നാൻ? ആരായാലും ജോലി ചെയ്താ പോരെ? എന്തോ എനിക്ക് അവളെ കണ്ടിട്ട് ഒരു ജോലിക്കാരിയായിട്ട് തോന്നിയില്ല. പിന്നെന്താ തോന്നിയത്? ഇവിടെ എന്തോ ആവശ്യത്തിന് വന്നതുപോലെയുണ്ട്. ഒരു ജോലിക്കാരിയുടെ വിനയവും പെരുമാറ്റവും ഒന്നും അവളുടെ ശരീരഭാഷയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.